രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണമായി മറ്റൊരു യുവതി കൂടി രംഗത്ത്. ലൈംഗിക ഉദ്ദേശത്തോടെ പലതവണ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചു എന്നാണ് ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള യുവതിയുടെ ആരോപണം. ആദ്യം വിവാഹാഭ്യർത്ഥന നടത്തിയ രാഹുൽ പിന്നീട് അതിൽ നിന്ന് പിന്മാറി. സമ്മർദ്ദം ചെലുത്തിയാൽ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ മറുപടി എന്ന് യുവതി 24നോട് പറഞ്ഞു. പരാതിപ്പെടുമെന്ന് അറിയിച്ചപ്പോൾ ഐ ഡോണ്ട് കെയർ ഹൂ കേസ് എന്നായിരുന്നു മറുപടിയെന്നും യുവതി വെളിപ്പെടുത്തുന്നു. ഫസ്റ്റ് ഓൺ 24. 2023 കാലഘട്ടത്തിലാണ് പുള്ളി എനിക്ക് മെസ്സേജ് അയക്കുന്നത്. പുള്ളി എൻ്റെ അടുത്ത് ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ വഴി മെസ്സേജ് അയക്കുകയായിരുന്നു. അതിനുശേഷം എൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് പുള്ളി എനിക്ക് ടെലിഗ്രാമിൽ കൂടെ മെസ്സേജ് അയക്കാം. അതും പുള്ളി ഒരു ടൈമർ സെറ്റ് ചെയ്യും എല്ലാത്തിനകത്തും. 10, 15 അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ ഡിസപ്പയർ ആയി പോകുന്ന മെസ്സേജ്. അങ്ങനെയായിരുന്നു പുള്ളി മെസ്സേജ്. അതിന് 3 എന്താ പറയുന്നത് ചാറ്റ് പേജുകളുണ്ടായിരുന്നു. 3 ഇത്. ഇപ്പൊ 10 ആണെങ്കിൽ 10-ൻ്റെത് 15 അല്ലെന്നുണ്ടെങ്കിൽ 1 ഡേ കഴിയുമ്പം അയക്കണം. അങ്ങനെയായിരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ ആദ്യമൊക്കെ മെസ്സേജ് അയക്കായിരുന്നു. അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് എനിക്ക് നിന്നെ കണ്ടു മുതലേ ഇഷ്ടമായിരുന്നു അങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ ആദ്യം എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു. പിന്നീട് അതിനുശേഷം എന്നോട് പറഞ്ഞത് എന്താ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ വീട്ടിൽ വന്ന് ഇത് ചെയ്യാം, സംസാരിക്കാം, നീ എൻ്റെ അടുത്ത് ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ആദ്യം നീ ഓക്കെ ആയതിനു ശേഷം പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം ഒന്ന് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. മീറ്റ് ചെയ്ത് നമുക്ക് സംസാരിച്ച് ഇത് ചെയ്യാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞതിന് ശേഷം നമ്മൾ പുള്ളി ഫിസിക്കലി ഒരു റിലേഷൻഷിപ്പിൽ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യായിരുന്നു. അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, കല്യാണം ഇപ്പം എൻ്റെ ഇതിൽ എനിക്കിപ്പോൾ ഒരു കല്യാണത്തിനോട് താല്പര്യമില്ല, നീ അപ്പം എന്നോട് ഇതിന് ഒരു കല്യാണത്തിന് എൻ്റെ അടുത്ത് നിർബന്ധിക്കരുത് എന്നാ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞിരുന്നു. ചോദിക്കുന്ന സമയത്ത് നീ ഇതിനകത്ത് ഞാൻ നിർബന്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും, അങ്ങനെയായിരുന്നു പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം വളരെ അടുത്ത കാലത്തും പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ കോണ്ടം കൊണ്ടുവരട്ടെ, ഞാൻ കാണാൻ വരുന്നുണ്ടെന്ന് പറയുന്നതിന് ശേഷം ഞാൻ വരുമ്പോൾ കോണ്ടം കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലായിടത്തും പറയുന്നവരാണ് ഐ ഡോണ്ട് കെയർ ഹൂ കെയർ, പറഞ്ഞോളൂ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാനിത് പുറത്ത് പറയും എന്ന് പറഞ്ഞ സമയത്ത് പുള്ളി എന്നോട് പറഞ്ഞ ഇതേ ഡയലോഗ് തന്നെയാണ് ഇപ്പോഴും പുള്ളി പറയുന്ന രീതിയും അങ്ങനെയാണ്. എനിക്കൊരു പ്രശ്നമില്ല, പുറത്ത് പറഞ്ഞു. ഫസ്റ്റ് ടൈമിൽ മാത്രമേ പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. പിന്നീടാണ് ആ സമയത്ത് പുള്ളി ഒന്നുമല്ല, പിന്നീടാണ് യൂത്ത് കോൺഗ്രസിൽ പ്രസിഡന്റ് ആവുന്നതും പിന്നീടാണ് പാലക്കാട് MLA ആവുന്നതും എല്ലാം. ഇതിൽ സത്യം ഉണ്ടെന്നും ഞാനും ഇത് അനുഭവിച്ച ഒരാളാണെന്നും എനിക്ക് പറയണമെന്ന് തോന്നി. കേരളത്തിൽ 10 പേരെങ്കിലും ഇത് വിശ്വസിക്കുന്നവരുണ്ടാവുമല്ലോ, അവരെങ്കിലും കേൾക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ്. എല്ലാ കാലത്തും എല്ലാം മൂടി വെക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇത്രയും സത്യങ്ങൾ പുറത്തു വന്നത്. നിതിൻ അംബുജന വാർത്തയുടെ ഒരു നിതിൻ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്ന് രാജിവെച്ചതിന് ശേഷവും കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തേക്ക് വരികയാണ്. കൂടുതൽ പ്രതികരണങ്ങളും ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും ഒക്കെ പുറത്തേക്കുണ്ട് എന്നതിൻ്റെ സൂചന ഇതിനെ കാണണോ? ഈ പെൺകുട്ടി ഏതെങ്കിലും തരത്തിൽ രാഹുലിനെതിരെ നിയമ നടപടിക്ക് തയ്യാറാണോ നിതിൻ? ഹാഷ്മി, കൂടുതൽ വെളിപ്പെടുത്തൽ വരുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാനുള്ളത്. കാരണം ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കേരളത്തിന് പുറത്ത് ഉള്ള ഒരു യുവതിയുടെ വെളിപ്പെടുത്തലാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ കുട്ടി തന്നെ വ്യക്തമാക്കുന്നത് ആ കുട്ടിയുടെ പരിചയത്തിലുള്ള മറ്റൊരു യുവതിയോടും രാഹുൽ മാങ്കൂട്ടത്തിൽ സമാനമായ നിലയിൽ തന്നെ ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതുവരെ നിയമ നടപടിയോ അല്ലെങ്കിൽ പാർട്ടിയോ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതിയോ പെൺകുട്ടി നൽകിയിട്ടില്ല. കാരണം രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് നടപടികൾ ഉണ്ടാകില്ല എന്നുള്ളൊരു ബോധ്യം, ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ആ കുട്ടി ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള സൈബർ ബുള്ളിംഗ് ആശങ്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് മറ്റ് പരാതികൾക്ക് ഇതുവരെ കുട്ടി കടന്നിട്ടില്ല. എടുത്തു പറഞ്ഞ കാര്യം 2023 ഈ കുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടൽ ആദ്യം മെസ്സേജ് അയക്കുന്നത്. രാഹുൽ മാങ്കൂട്ടൽ നേരത്തെ ഈ കുട്ടിയെ പരിചയമുണ്ടായ ശേഷം 2023 മെസ്സേജ് അയക്കുന്നു. ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നു, പിന്നീട് ടെലഗ്രാമിൽ വരാൻ ആവശ്യപ്പെടുന്നു. ടെലഗ്രാമിൽ ടൈമർ സെറ്റ് ചെയ്താണ് മെസ്സേജ് അയക്കുന്നത്. അതോടൊപ്പം തന്നെ മെസ്സേജ് വായിച്ചാൽ പിന്നീട് ഡിലീറ്റ് ആവുന്ന ആ സൗകര്യം പ്രയോജനപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ ഈ ഒരു സംഭാഷണം തുടരുകയായിരുന്നു. പ്രണയാഭ്യർത്ഥന നടത്തി പിന്നീട് വിവാഹ വാഗ്ദാനം ചെയ്തു. അതിനുശേഷം ലൈംഗിക ഉദ്ദേശത്തോടുകൂടി തന്നെ ഈ കുട്ടിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല പിന്നീട് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യം ഈ യുവതി ചോദിച്ചപ്പോൾ ഇപ്പോൾ കഴിക്കില്ല എന്ന ഒരു മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സമ്മർദ്ദം ചെലുത്തിയാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു
യുവതിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ഇത് ജനപ്രതിനിധിയാകുന്നു, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകുന്നു. അതിനുശേഷം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കുട്ടി സംസാരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞു മാറുന്നു. പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ പരാതിപ്പെട്ടോളൂ, ഐ ഡോണ്ട് കെയർ ഹൂ കേഴ്സ് എന്ന സ്ഥിരം പല്ലവിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനോട് പ്രതികരിക്കുകയാണ് ചെയ്തത്. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കുട്ടിയെയും സമീപിച്ചതെന്ന ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ഈ കുട്ടിയുടെ ഭാഗത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പരാതിയൊന്നും തന്നെ നൽകിയിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെളിപ്പെടുത്തേണ്ട ഒരു കാര്യം വന്നിരിക്കുന്നത് ഇത് താൻ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ ഇര എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിനെതിരെ നിരവധി ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട്. തന്റെ സുഹൃത്തിനും സമാനമായി തന്നെ ഒരു ദുരനുഭവം നേരിട്ടു. മാത്രമല്ല കൂടുതൽ വെളിപ്പെടുത്തൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സത്യം എത്ര കാലം മൂടിവെച്ചാലും അത് പുറത്തു വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി ഇപ്പോൾ ആ വെളിപ്പെടുത്തൽ 24 നടത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആ കുട്ടി കേരളത്തിന് പുറത്താണ്. നിലവിൽ മറ്റു പരാതികളോ അതോടൊപ്പം തന്നെ പാർട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ട് ഇത്തരം പരാതികൾ കൈമാറിയിട്ടില്ല. അങ്ങനെ ഒരു നിയമ നടപടിക്ക് എന്തായാലും പെൺകുട്ടി ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം ഒരു കാര്യങ്ങൾ ഈ ഒരു നിലയിൽ ജനപ്രതിനിധി ഏത് നിലയിലാണ് ഒരു സമൂഹത്തിൽ ഇടപെടുന്നതെന്ന് തുറന്നു കാട്ടപ്പെടണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഇപ്പോൾ ഈ യുവതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, വെളിപ്പെടുത്തലുമായി കേരളത്തിന് പുറത്തുനിന്നുള്ള യുവതിയാണ്. സമാനമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രോച്ച് ചെയ്തു. അതിനുശേഷം ലൈംഗികോദ്ദേശത്തോടു കൂടി സമീപിച്ചു. ഈ പറയുന്ന തെളിവുകളൊന്നും ബാക്കി വെക്കാതെയായിരുന്നു ആ ചാറ്റ് എന്നൊക്കെ പെൺകുട്ടിയും പറയുകയാണ്. അതേസമയം ഐഡന്റിറ്റി വെളിപ്പെടുത്താനോ നിയമ നടപടിയോ മുന്നോട്ട് പോകാൻ പെൺകുട്ടി തയ്യാറല്ല. അതിന് കാരണം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ സൈബർ അറ്റാക്കൊക്കെ ആ കുട്ടി ഭയക്കുന്നുണ്ട്. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാൻ ആ പെൺകുട്ടി ആഗ്രഹിക്കുന്നില്ല എന്നാണ് ആ പെൺകുട്ടി നിതിൻ അംബുജനോട് പറയുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ ഇനി വരും എന്നതിന്റെ സൂചന തന്നെയാണ് ആ ചാറ്റും ആ സ്ക്രീൻഷോട്ടും എന്ന് വേണം മനസ്സിലാക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.